ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഫ്രം സ്റ്റോറീസ്. അപ്പോൾ റിസൾട്ടൊക്കെ വന്നിട്ട് എനിക്ക് ഫുൾ A+ ആയിട്ടുണ്ട് ഗൈസ്. റീവാലുവേഷന് ശേഷം SS ആയിരുന്നു ആദ്യം A കിട്ടിയത്, അതിപ്പോൾ A+ ആയി. ഞാൻ SS ആണ് ഏറ്റവും നന്നായിട്ട് പഠിച്ചതും ഇഷ്ടപ്പെട്ടതും സ്കോർ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റുന്നതെന്നുള്ള ഫുൾ ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നും പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഈ 10th 2 ട്യൂഷന് പോയിട്ടുണ്ട് ഗൈസ്. അതായത് ഓൺലൈൻ ട്യൂഷനും പോയിട്ടുണ്ട്, ഓഫ്ലൈൻ ട്യൂഷനും പോയിട്ടുണ്ട്. ഞാൻ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഡ്യൂപോർട്ടിലാണ് പഠിച്ചത്. എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ്സസ് കിഡിലൻ ക്ലാസ്സസാണ്. ഞാൻ 9th തൊട്ട് എഡ്യൂപോർട്ടിലാണ്. 9th 10th ഇപ്പോൾ 11th നീറ്റും 11th കൂടെ ചെയ്യുന്നതും ഞാൻ എഡ്യൂപോർട്ടിൽ തന്നെയാണ്. 10th എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് എഡ്യൂപോർട്ടിൻ്റെ ആയിരുന്നു. ഞാൻ പിന്നെ വെളിയിൽ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്സ് കുറച്ചുകൂടി ടഫായിരുന്നു. അപ്പോൾ മാത്സ് സബ്ജക്റ്റിന് വേണ്ടിയിട്ടും പിന്നെ യൂഷ്വലി ലാംഗ്വേജ് ഗ്രാമറൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷേ അവിടെ ഫുൾ സബ്ജക്ട്സ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുൾ സബ്ജക്ട്സ് പഠിക്കുന്നതാണ് നമുക്ക് പൈസ വെച്ച് നോക്കുമ്പോൾ ലാഭം. അങ്ങനെയാണ് ഞാൻ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെൻറ്ററിലും പോയത്. രണ്ടിടത്തെയും ക്ലാസ് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏതൊക്കെ ഗൈഡ്സാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് കുറേ പേര് ഞാൻ റീവാലുവേഷൻ്റെ റിസൾട്ട് ഇട്ട വീഡിയോയ്ക്കകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതൊക്കെ ഗൈഡ്സാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ CBSEന്ന് സ്റ്റേറ്റ് സിലബസ് വന്ന സമയം തൊട്ട് ഞാൻ ലേബർ ഇന്ത്യയുടെ എല്ലാ വർഷത്തെയും അത്രയും 8 ഇഷ്യൂസ് ആയിരിക്കും മെയിനായിട്ടുള്ളത്. ഇത്രയും നാൾ 8 ഇഷ്യൂ ആയിരുന്നു ലേബർ ഇന്ത്യയുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലേബർ ഇന്ത്യയുടെ ഇഷ്യൂസ് എല്ലാം ഞാൻ വായിക്കും. എല്ലാ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, മോറൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അത് ഞാൻ മാക്സിമം ചെയ്ത് തീർക്കും. ഒരിക്കലും ഞാൻ ആ പോർഷൻ വിട്ടിട്ട് പോവില്ല. ലേബർ ഇന്ത്യ പിന്നെ അതുപോലെ 10th വന്നപ്പം എക്സാം വിന്നറിൻ്റെ ഗൈഡ്സ് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് എല്ലാം മിക്ക ഗൈഡ്സും ഞാൻ എല്ലാവർക്കും കൊടുത്തു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഗൈഡ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാത്തത്. ഞാൻ പിന്നെ യൂഷ്വലി യൂട്യൂബിൽ ക്ലാസ്സസ് കണ്ടുകൊണ്ടിരുന്നത് എഡ്യൂപോർട്ടിൻ്റെ തന്നെ ലൈവൊക്കെയാണ്. പിന്നെ എക്സാം സമയത്ത് ലൈവ് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ഫുൾ A+ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ആദ്യം തൊട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ബേസിക്സ് പഠിച്ച് തുടങ്ങുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, അതായത് മാത്സിൻ്റെയൊക്കെ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ തൊട്ടൊക്കെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. പിന്നെ നോട്ട് എഴുതി പോകുക. ലെക്ചർ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് നമുക്ക് എക്സാം സമയത്ത് നന്നായിട്ട് യൂസ്ഫുൾ ആകും. കാര്യം ഒരു ഫ്ലാഷ് കാർഡ് പോലെ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇപ്പോൾ 11th കയറിയില്ല. ഞാൻ ക്ലാസ്സസ് ട്യൂഷൻ്റെ കാണുമ്പോൾ തൊട്ട് ഇതേപോലെ നോട്ട് എഴുതി വെക്കും. അത് ഞാൻ യൂഷ്വലി ചെറിയ നോട്ട്ബുക്സിലാണ് എഴുതി വെക്കുന്നത്. കാര്യം എക്സാം സമയത്ത് കൊണ്ടുപോകാനും ഹാൻഡിൽ ചെയ്യാനും നമുക്ക് എപ്പോഴും എളുപ്പം അതായിരിക്കും. അപ്പം നോട്ട് എഴുതി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്വഭാവം. ലാസ്റ്റ് നമ്മൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം. ഒരു ദിവസം പഠിച്ചു, ഞാൻ പിറ്റേ ദിവസം പഠിക്കില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിക്കുക, ഹോംവർക്ക്സ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ക്ലാസ് ടീച്ചർ അടക്കം ഞങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻസ് വരെ സിലബസ് മാറിയെങ്കിലും ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പം ഓൾറെഡി അതിൻ്റെയൊക്കെ ബേസ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ടീച്ചർ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചത് ഒത്തിരി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ കെമിസ്ട്രിക്ക് വളരെയധികം പുറമോട്ടായിരുന്നു. കാര്യം എനിക്ക് കെമിസ്ട്രി യൂഷ്വലി ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. തുടങ്ങിയത് തന്നെ നോമൻക്ലേച്ചറിലായിരുന്നു. ആദ്യമൊന്നും നോമൻക്ലേച്ചർ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആ കെമിസ്ട്രി നല്ല മാർക്ക് സ്കോർ ചെയ്തത്. എനിക്ക് അത്യാവശ്യം മോണോ എക്സാം, ക്രിസ്മസ് എക്സാം, പ്രീ മോഡൽ മിഡ് ടൈം സമയത്തൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. ഈ കുറഞ്ഞത് നമ്മുടെ പ്രീ മോഡൽ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കുറേ പ്രശ്നങ്ങൾ കാരണമാണ് മാർക്ക് കുറഞ്ഞത്. അപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞത് കെമിസ്ട്രി ആയിരുന്നു. അപ്പം കെമിസ്ട്രിയിൽ എനിക്ക് C+ ഉണ്ടായിരുന്നു. ആ C+ ഞാൻ A+ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം, ഡെയിലി ഞാൻ കെമിസ്ട്രി ഇരുന്നിട്ട് എനിക്ക് എവിടെയാണോ തെറ്റുന്നത് എൻ്റെ തെറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ആ മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ ലേൺ ചെയ്ത് പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ചെയ്യുക. അത് ഗൈഡ്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും, യൂട്യൂബിലെ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും, പിന്നെ എഡ്യൂപോർട്ടിൽ നിന്ന് തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും, ട്യൂഷന് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാനിങ്ങനെ വാല്യൂസ് മാറ്റിയിട്ടിട്ട്, മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാല്യൂസ് മാറ്റിയിട്ടിട്ട് ചെയ്യും. പിന്നെ SSന് എനിക്ക് 79.5, 77, 78 ആയിരുന്നു സ്കോറ്. ആകെ ഈ പബ്ലിക് എക്സാമിന് വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് A വന്നപ്പം. അതും ഇപ്പോൾ A+ ആയി. അപ്പം SSന് 79 ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമായിരുന്നു. നോട്ട് എഴുതി പോകൽ എനിക്ക് വലിയ രീതിയിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു SS-ൻ്റെ കാര്യത്തിൽ. ഞാൻ നമുക്ക് 4 ടെക്സ്റ്റ് ബുക്കാണ്. 4 ടെക്സ്റ്റ് ബുക്കിലെയും ചാപ്റ്റേഴ്സ് ഒരു 5-6 വട്ടം തന്നെ ഞാൻ പബ്ലിക് എക്സാമിന് മുന്നേ വായിച്ചിട്ടുണ്ടാവും.
ഞാൻ അങ്ങനെയാണ്, ഞാൻ ടെക്സ്റ്റ് ബുക്ക്സ് കൂടുതൽ വായിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് കുറേ നോക്കി വെക്കും. ഓൾറെഡി ടീച്ചേഴ്സ് കുറേ ഫോക്കസ് ഏരിയാസ് പറഞ്ഞു തരും, അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് കോറായിട്ടിരുന്ന് പഠിക്കും. അപ്പം എനിക്ക് ആ ബേസിക്സ് തൊട്ട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വരെ എവിടെ നിന്ന് വരും എന്നൊരു ബോധം ഉണ്ടാകും. നമുക്ക് എവിടെയാണോ തെറ്റുന്നത് ആ ക്വസ്റ്റ്യൻ പിന്നെയും ചെയ്ത് പഠിക്കുക. മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സിനും പ്രാക്ടീസ്, ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് കുറേ കാണാപ്പാഠം പഠിക്കാൻ പറ്റും, പക്ഷേ മാത്സ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയുടെ ഓർഗാനിക് കെമിസ്ട്രി. മാത്സിന് A+ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. എനിക്ക് മാത്സിന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയ ഒരു ചാപ്റ്ററിലൊന്നാണ് ട്രിഗണോമെട്രിയിലെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എലവേഷനും പിന്നെ സോളിഡ്സ് ചാപ്റ്ററും. അതൊക്കെ ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നിരുന്നാലും ഞാൻ പഠിക്കുന്നിടം വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഒരു ചാപ്റ്ററിലെ എവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കെന്താ, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ടൈം ഞാനത് റെഡിയാക്കി എടുക്കും. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്ററിലെയും ഞാൻ ചെയ്യുമായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ്. പിന്നെ ലാംഗ്വേജസിൽ എങ്ങനെ A+ വാങ്ങിക്കാം, മലയാളവും ഇതുപോലെ നല്ല രീതിയിൽ വായിക്കുക. അത് മലയാളം ലാംഗ്വേജ് സബ്ജക്ട്സൊക്കെ നമ്മൾ സ്കൂളിലിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് മലയാളത്തിന് യൂഷ്വലി 36 കുറഞ്ഞൊരു മാർക്ക് കിട്ടിയിട്ടില്ല. A+ ആയിരുന്നു എപ്പോഴും. ആ A+ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കും. പിന്നെ മലയാളത്തിൻ്റെ അക്ഷരത്തെറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അക്ഷരത്തെറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് വരാതെ എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അക്ഷരത്തെറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നോക്കുക. എന്നിട്ടും അതിൽ എത്രത്തോളം അക്ഷരത്തെറ്റ് വരുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ എഴുതും തോറും നിങ്ങളുടെ അക്ഷരത്തെറ്റ് കുറഞ്ഞു വരും. പിന്നെ ഹിന്ദിയിലും എനിക്ക് ഹിന്ദി സബ്ജക്റ്റ് ഭയങ്കര പാടായിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ ഇനി സെക്കൻഡ് ലാംഗ്വേജ് അത് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. എന്നിരുന്നാൽ പോലും ഹിന്ദി എളുപ്പമാകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് എന്ന് പഠിച്ചു വെക്കുക. ആ ഇൻസിഡൻറ്റ് വെച്ചിട്ട് തന്നെ ഒരു പട്കഥ എഴുതാൻ ചോദിക്കും. അത് 4 മാർക്കാണ്. പട്കഥയുടെ ആദ്യത്തെ ആ സീനിന് മുന്നേ ഉള്ള സംഭാഷണത്തിന് മുന്നേ ഉള്ള അത്രയും എഴുതി വെച്ചാൽ തന്നെ നമുക്കൊരു 2 മാർക്ക് ഉറപ്പാണ്. പിന്നെ ബാക്കി നമുക്ക് തരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റും. ഹിന്ദിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പകുതിയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണും ആൻസർ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ പോയിൻ്റ് ആഡ് ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഹിന്ദിക്ക് A+ വാങ്ങിക്കാൻ എളുപ്പമാണ്. ഹിന്ദിക്ക് A+ വാങ്ങിക്കാൻ പാടാണെന്ന് അങ്ങനെ ഒന്നുമില്ല ഗൈസ്. പിന്നെ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലോ എടുക്കുകയാണെങ്കിൽ ആ ലോയെ പ്രപ്പോസ് ചെയ്തതാരാണ്, പിന്നെ ആ ലോ പഠിക്കുക, അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അങ്ങനെയാണ് ഫിസിക്സിന് പിന്നെ ചെയ്ത് പഠിക്കാനുള്ളത് എന്തായാലും ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇല്ല നമ്മുടെ തലയിൽ ഒരിക്കലും അത് നിൽക്കത്തില്ല. അതുപോലെ പിന്നെ ഐ ടിക്ക് A+ കുറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരെ എനിക്ക് എൻ്റെ ബാച്ചിൽ തന്നെ അറിയാം. ഐ ടിക്ക് A+ കിട്ടാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് നമുക്ക് ഒപ്പിക്കാൻ പറ്റും, പക്ഷേ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിയറി നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഗൈഡൊക്കെ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഗൈഡ് ഇല്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്ന സമയത്ത് ടൂൾസ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെയ്യേണ്ട വേറെ ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഹൈലൈറ്റ് ചെയ്ത സാധനങ്ങൾ പഠിക്കുക. ആ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും മിക്കവാറും ഓപ്ഷൻസിലൊക്കെ വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഐ ടിയുടെ നമ്മുടെ മോഡൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് ലെവലാണ് തിയറിന്ന്. എന്നിട്ടും തിയറി മൈൻഡ് ചെയ്ത് ഐ ടി ഒക്കെ സിമ്പിളാണ് ഇതൊക്കെ എന്തെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും കിട്ടില്ല ഗൈസ്. അപ്പം നമ്മുടെ മോഡലിന് ഐ ടിക്ക് നിങ്ങൾക്ക് തിയറിക്ക് മാർക്ക് കുറവാണെങ്കിൽ ഓഫ് കോഴ്സ് അന്ന് തൊട്ട് പഠിച്ചു തുടങ്ങണം. ഇല്ല വേണ്ട എങ്ങനെയെങ്കിലും ഞാൻ പാസ്സാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ്, പകുതി ആൾക്കാരും വിചാരിക്കും നമ്മളെ സ്കൂൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും, നമ്മളെങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നൊക്കെയുള്ള വിചാരം കൊണ്ടിരിക്കും. അതുകൊണ്ടൊന്നും എങ്ങും എത്തത്തില്ല. ഇപ്പം യൂഷ്വലി എല്ലാ ബാച്ചിലും അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാർ കാണും. അവരുടെ ബുദ്ധിമുട്ട് ഈ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്തായിരിക്കും ഉണ്ടാകുന്നത്. നമുക്കൊരു ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിടുന്ന എഫേർട്ട് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൽ നിങ്ങൾ എപ്പോഴും റിഗ്രറ്റ് അടിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, ഞാൻ പഠിക്കാഞ്ഞിട്ട് എനിക്ക് കിട്ടാഞ്ഞെന്നുള്ള ആ ഒരു റിഗ്രറ്റ് നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ലൈഫ് ലോങ് മാറ്റാൻ പറ്റില്ല.
സോ ആദ്യം തൊട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.